സിംഗിൾ ആണോ എന്ന് ചോദിച്ചാൽ ഗൈസ് മൂക്കിൽ പല്ല് വന്നു. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ 2 ദിവസം മുന്നേ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് കുറേ റെസ്പോൺസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ പോലെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവല്ലേ. എനിക്ക് ആ സ്റ്റോറിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ സ്റ്റഡി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പഠിക്കുമായിരുന്നു, പഠിത്തം കഴിഞ്ഞു, ഇപ്പം മിണ്ടാതെ വീട്ടിലിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് പി എസ് സി നോക്കുന്നുണ്ടോ? പി എസ് സി നോക്കുന്നുണ്ട്. അതിൻ്റെ DLED ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണെന്നാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ PSC വഴി ട്രൈ ചെയ്യണം, ക്യാഷ് ഇറക്കണം, അല്ലെങ്കിൽ പിന്നെ വല്ല പിടിപടക്കം വേണം, അങ്ങനെയൊക്കെയാണ്. പക്ഷേ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സ് തന്നെയാണ് DLED എന്ന് പറയുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് എപ്പോൾ മാരേജിന് ഇപ്പോൾ ഒരു താല്പര്യമില്ല. മാരേജ് ഉണ്ടാവും, ബട്ട് ഇപ്പം ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു മൈൻഡൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. മാരേജ് കഴിഞ്ഞു? അതെ, മാരേജ് കഴിഞ്ഞ് 2 കുട്ടികളൊക്കെ ഉണ്ട്. മാരേജ് കഴിഞ്ഞിട്ടില്ല, കഴിയുമ്പോൾ ഞാൻ അറിയിക്കുന്നതായിരിക്കും. മാരേജ് കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പം എന്താ പരിപാടി? ഇപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അടുത്ത ചോദ്യം പ്ലേസ് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലേസ് വന്നിട്ട് പാലക്കാട് മുണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. നല്ല പ്രകൃതി രമണിയുണ്ട്, അത്യാവശ്യം വൃത്തിയായിട്ട സ്ഥലമാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഫോളോവേഴ്സ് കൂടാനുള്ള ടിപ്പ് എന്നോട് തന്നെ ചോദിക്കാം. ഫോളോവേഴ്സ് കൂടാൻ വലിയ ടിപ്പൊന്നുമില്ല. നമ്മളിങ്ങനെ വീഡിയോസ് ഇടുന്നുണ്ട്, ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ആകുമ്പോൾ ഇച്ചിരി ഫോളോവേഴ്സൊക്കെ വരും, അങ്ങനെ. പിന്നെ നമ്മൾ എപ്പോഴും ആക്റ്റീവായിരിക്കുക, അതൊക്കെ തന്നെ. പിന്നെ വീട് എവിടെ? മുണ്ടൂർ. പിന്നെന്താ, വർക്കാണോ? വർക്ക് ഞാൻ ചെയ്തിരുന്നു, അത് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് DLED ചേർന്നത്. ഇപ്പോൾ വർക്കൊന്നുമില്ല, ഉണ്ടാകാതിരിക്കും. +2 കഴിഞ്ഞാണോ DLED പോയത്? അല്ല ഗൈസ്, ഞാൻ +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, എന്നിട്ടാണ് ഞാൻ DLED പോയത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് PPTTC ചെയ്തായിരുന്നു. പ്രൈമറിയിലുള്ള TTC ചെയ്തു, പ്ലസ് അതിൻ്റെ കൂടെ തന്നെ കറസ് PGയും ചെയ്തു. പിന്നെ അതിന് ശേഷമാണ് ഞാൻ DLED വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നാണ്. വീട്ടിൽ ഞാൻ, അച്ഛൻ, അമ്മ, അനിയൻ ആണുള്ളത്. പക്ഷെ അച്ഛൻ ഇപ്പോൾ നാട്ടിലില്ല, പുറത്താണ്. ഓക്കെ, പിന്നെ ഏജ് എനിക്ക് കാണാനൊരു ലുക്കില്ല എന്നുള്ളൂ. 10-26 വയസ്സായി. അത് ഗൈസ് മൂക്കിൽ പല്ല് വന്നു. ഓക്കെ, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞോ? നോ ഗൈസ്, എൻഗേജ്മെൻറ്റും കഴിഞ്ഞിട്ടില്ല. ഐ എം സ്റ്റിൽ വീട്ടിൽ കുത്തിയിരിക്കൽ. സിംഗിൾ ആണോ എന്ന് ചോദിച്ചാൽ, അപ്പോൾ സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ആൻഡ് വാച്ച്, അതൊക്കെ നമുക്ക് വഴിയേ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതൊക്കെ തന്നെയുള്ളൂ. പിന്നെയുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളും അപ്പം ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പം എന്നെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.